ഹൈ കൂട്ടുകാര് കണ്ടില്ലേ നല്ല അടിപൊളി ഈർക്കിളി ചൂല്. ഇത് മഴക്കാലത്ത് നിർബന്ധമായിട്ട് വേണ്ട ഒന്നാ ഇത്. ഇപ്പൊ തന്നെ നല്ല അടിപൊളി മഴയാണ്. ഇതുകൊണ്ട് അങ്ങ് അടിച്ചു വാരിയാലുണ്ടല്ലോ മുറ്റ നല്ല വൃത്തിയാവും. ആ കൊഴുപ്പൊക്കെ പോയും ചെയ്യും. നമുക്ക് ഓടി നടക്കാം. അപ്പൊ നമുക്ക് ഈ ചൂല് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്നാ വീട് ഇത് ഞാൻ വേനൽക്കാലത്ത് തോട്ടത്ത് പോയിട്ട് ഓലക്കണി തറച്ച് കെട്ടി വെച്ചതാ. മഴക്കാലാകുമ്പോ നമുക്ക് ചൂലുണ്ടാക്കാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈർക്കിളി എടുക്കട്ടെ കേട്ടോ. ഈർക്കിളി ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കുക. എളുപ്പത്തിൽ കഴിയും. അങ്ങനെ കുറേ അങ്ങ് ഉണ്ടാക്കി വെച്ചാല് അങ്ങനെ ഞാൻ ഫുള്ളാക്കി ഈർക്കിളി ഫുള്ളാക്കി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാ. ഈർക്കിളിയും വേണം, കുപ്പിയും വേണം. ഇതാ ഇങ്ങനെയുള്ള ഒരു കുപ്പി എടുക്കുക. ഒരു ചെറിയൊരു കുപ്പി മതി. ചെറിയൊരു കുപ്പി. ഇതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചെറിഞ്ഞ് കിട്ടിയാൽ മതി. എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. അതിന് മുളച്ചിരിക്കുന്ന ഭാഗമല്ലേ, ഈ മുളച്ചിരിക്കുന്ന ഭാഗം കത്തി കൊണ്ടങ്ങ് വെട്ടിപ്പോക്കുക. ഞാൻ കുറെ വെട്ടിപ്പോക്കി നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചതാ. ഇതാ അങ്ങനെ അങ്ങ് ആക്കി കഴിഞ്ഞാൽ അതങ്ങ് പോവും. അങ്ങനെ ഇനി ഈ ഹോൾസിലേക്ക് നമ്മൾ ഇങ്ങനെ ഈർക്കിളി നമ്മൾ നന്നാക്കി വെച്ച ഈർക്കിളി ഇങ്ങനെ ഇടുക. നല്ല വലിപ്പമുള്ള കുപ്പിയൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ അത് നറക്കാൻ കഴിയില്ല. നറക്കാൻ കഴിഞ്ഞെങ്കിലും കൂടി ഭയങ്കര വെയിറ്റ് ആയിരിക്കും. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നത് മതി. ഞാൻ ഇതാ ഫുള്ളായിട്ട് നിറച്ച് കഴിഞ്ഞു. ഇതാ കുത്തി നിറച്ചു. പണ്ടെല്ലാം നമ്മൾ കയറോണ്ട് കെട്ടലല്ലായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇതാ ഇപ്പൊ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇങ്ങനെ കുത്തി നിറച്ചു. ഇനി ഇത് വലിച്ചാല് ഇനി ഞാനൊന്ന് ചൂടാക്കും. ചൂടാക്കി കഴിഞ്ഞാൽ ഇത് വലിച്ചാൽ പോലും ഇത് കിട്ടൂല. അത്രക്കും ഫിറ്റിൽ അങ്ങ് നിന്നോളൂ. ഇതാ ഇനി ഒന്ന് ചൂടാക്കുക. ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വന്നതാ. ഗ്യാസ് ഒന്ന് ചെറുതാക്കട്ടെ. ഇതിന്റെ മേലുള്ള പ്ലാസ്റ്റിക് ഒന്നും ഇനി വേണ്ട. അതൊക്കെ ഒന്ന് മാറ്റാം. ഇനി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അങ്ങോട്ട് ചൂടാക്കുക. അങ്ങ് നീളം വെച്ച് വരും ഇത്. ഇതാ ഇപ്പം തന്നെ തുടങ്ങി. നല്ല മിനുസുമായി നല്ല ഫിറ്റിൽ അവിടെ നിന്നു. ഇനി നമുക്ക് ഇതിങ്ങനെ ഒരു ലെവലാക്കാം. ഒരു ലെവലിൽ നിർത്തിയാൽ ഒരു ഭംഗിയാണല്ലോ. ഇത് നല്ല ലെവൽ ചെയ്തു. ഇനി ഇതിന്റെ അടപ്പ് കണ്ടില്ലേ, ഇത് ഞാനൊരു കൊളത്ത് പിടിപ്പിച്ചു. ഈ കൊളത്ത് പിടിപ്പിച്ചുള്ള ഗുണങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞാൽ നമുക്കിതാ റെഡിയായി. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചൂല് സൂപ്പറായിട്ട് നിൽക്കും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തട്ടി അടിച്ചു വരാനും സുഖാണ്. പിന്നെ അങ്ങനെ അടിച്ചു വരാൻ അധികം കുനിയൊന്നും വേണ്ട. നല്ല സൂപ്പറാ. അപ്പൊ എന്റെ ചൂല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.